എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് 11 നവംബർ 2025 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ വേക്കൻസിയും ക്വാളിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമതായി കൊടുത്തിരിക്കുന്ന സ്റ്റോർ കീപ്പർ ഗ്രേഡ് സെക്കൻഡ് ആണ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എഞ്ചിൻ ഡ്രൈവർ ആണ്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. EWS കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എഞ്ചിൻ ഡ്രൈവറിന്റെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡ്രോട്ട്സ്മാൻ ആണ്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡിപ്ലോമ ഇൻ സിവിൽ ഓർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ മറൈൻ എഞ്ചിനീയറിംഗ് ഓർ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് കൺസ്ട്രക്ഷൻ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 18 മുതൽ 25 വയസ്സിന് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലെസ്കാർ ആണ്. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ആണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ബോട്ടിൽ. 30 വയസ്സിന് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 35 വയസ്സിൽ SC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഫയർമാൻ ആണ് അടുത്ത പോസ്റ്റ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ചെസ്റ്റ് 81.5ഉം എക്സ്പാൻഷൻ 85 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 കിലോഗ്രാം ആണ് മിനിമം വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 63.5 കിലോഗ്രാം ഫയർ ലിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 2.7 മീറ്റർ ലോങ് ജമ്പും 3 മീറ്റർ റോപ്പ് ക്ലൈംബിംഗും ഉണ്ടായിരിക്കുന്നതാണ്. 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത MDS ആണ്. EWS കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ് MDSലേക്ക് ചോദിക്കുന്നത്. ഏജ് ലിമിറ്റ് 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത MDS പ്യൂൺ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത MDS ചൗക്കിദാർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അൺസ്കിൽഡ് ലേബർ ആണ്. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡിനും EWS കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 11 നവംബർ 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ കൂടുതൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. താങ്ക്